കേരളം ഉറ്റുനോക്കുന്ന 2026 മഹാപോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. അണിയറയിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന UDF ക്യാമ്പിൽ നിന്ന് പുറത്തുവരുന്നത് നിർണായകമായ ചില സൂചനകളാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് UDFന്റെ ബാനറിൽ 7 സീറ്റുകളിലായിരിക്കും ജനവിധി തേടുക. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ വൻ അഴിച്ചുപണികളാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചേറ്റെടുക്കുമെന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിശക്തമായ കൈമാറ്റങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2021 ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് തിരിച്ചുപിടിക്കുമ്പോൾ പകരം കോട്ടയം രാഷ്ട്രീയത്തിന്റെ സിരാകേന്ദ്രമായ പൂഞ്ഞാർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയേക്കും. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കാൻ പോകുന്ന 7 സീറ്റുകളിൽ 5 എണ്ണത്തിലും സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിലാണ്. ഇതിൽ തന്നെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല എന്ന വിശ്വസനീയമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ചങ്ങനാശ്ശേരി സീറ്റിലേക്ക് പ്രധാനമായും 2 പേരുടെ പേരുകളാണ് ഗ്രൂപ്പിനുള്ളിൽ ഉയർന്നു കേൾക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം PJ ജോസഫിന്റെ തീരുമാനമാണ്. 2026 തൊടുപുഴയുടെ മണ്ണിൽ പോരാടാൻ അദ്ദേഹം തന്നെ ഇറങ്ങുമെന്ന സൂചനകൾ അണികളിൽ ആവേശം പടർത്തുകയാണ്. നേരത്തെ ആരോഗ്യ കാരണങ്ങളാൽ PJ ജോസഫ് മാറി നിൽക്കുമെന്നും പകരക്കാരനായി മകൻ അപ്പു ജോസഫ് തൊടുപുഴയിൽ ഇറങ്ങുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ സകല അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജോസഫ് ഗ്രൂപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം 2026 പാർട്ടിയെ നയിക്കാൻ PJ ജോസഫ് തന്നെ രംഗത്തുണ്ടാകും. തൊടുപുഴയിൽ അദ്ദേഹം തന്നെ ആയിരിക്കും സാരഥിയെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. രണ്ടാമത്തെ സുരക്ഷിത സീറ്റായ കടുത്തുരുത്തിയിൽ മാറ്റത്തിന്റെ കാറ്റില്ല. കടുത്തുരുത്തിയുടെ വിശ്വസ്തനായ പ്രതിനിധി, പാർട്ടിയുടെ കരുത്തുറ്റ നേതാവ് മോൻസ് ജോസഫ് തന്നെയാകും അവിടെ വീണ്ടും ജനവിധി തേടുക. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അവിടെ യാതൊരുവിധ ആശങ്കകൾക്കും സ്ഥാനമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയുടെ ഹൃദയമായ കുട്ടനാട്ടിൽ ഇക്കുറി രാഷ്ട്രീയക്കാറ്റ് മാറി വീശുമോ? പാർട്ടിയുടെ വൈസ് ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ റെജി ചെറിയാനാണ് ഇവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ പോരാളി. PJ ജോസഫിൽ നിന്നും UDF നേതൃത്വത്തിൽ നിന്നും ഗ്രീൻ സിഗ്നൽ ലഭിച്ചതോടെ റെജി ചെറിയാൻ ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. NCP സംസ്ഥാന അധ്യക്ഷൻ തോമസ് K തോമസ് ഇടതുമുന്നണിക്ക് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ റെജി ചെറിയാന് കുട്ടനാട്ടിൽ വലിയ അട്ടിമറി സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കുട്ടനാട് ഒരു നിർണായക പോരാട്ട ഭൂമിയായി മാറും. പത്തനംതിട്ടയുടെ മണ്ണിലും പോരാട്ടം കനക്കുകയാണ്. തിരുവല്ല സീറ്റിൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDFന് വേണ്ടി മത്സരത്തിന് ഇറങ്ങാനാണ് സാധ്യത. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സിറ്റിംഗ് MLA മാത്യു T തോമസിനെ വീഴ്ത്താൻ വർഗീസ് മാമന് കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മാർത്തോമ സമുദായത്തിന്റെ പിന്തുണയും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഊഷ്മളമായ ബന്ധവും വർഗീസ് മാമന് കരുത്തേകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിനുണ്ടായ മുന്നേറ്റം വർഗീസ് മാമന്റെ വിജയസാധ്യതയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്നുണ്ട്. തിരുവല്ല പിടിച്ചെടുക്കുക എന്നത് UDFനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. എന്നാൽ ചങ്ങനാശ്ശേരിയിൽ കാര്യങ്ങൾ അല്പം സങ്കീർണമാണ്. അവിടെ VJ ലാലിയുടെ പേരിനാണ് മണ്ഡലം കമ്മിറ്റി പ്രഥമ പരിഗണന നൽകുന്നത്. 2021 പാർട്ടിയെ നയിച്ച ലാലിയെ വീണ്ടും പരീക്ഷിക്കാനാണ് ഒരു വിഭാഗത്തിന് താൽപര്യം. പക്ഷേ കോൺഗ്രസ് ഉയർത്തുന്ന പേര് മറ്റൊന്നാണ്. യുവരക്തമായ വിനു ജോബിനെ രംഗത്തിറക്കിയാൽ വിജയം ഉറപ്പാക്കാമെന്നാണ് കോൺഗ്രസിന്റെ വാദം. നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ വിനു ജോബിന്റെ അഗ്രസീവ് രാഷ്ട്രീയ ശൈലി വിജയത്തിന് ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു. സഭാ നേതൃത്വത്തിന്റെ നിലപാടും ഈ 2 പേരുടെ കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. യുവാക്കളുടെ പിന്തുണയും സ്വീകാര്യതയും വിനു ജോബിന് അനുകൂല ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിനെ അലട്ടുന്ന വലിയൊരു തലവേദനയുണ്ട്. കോൺഗ്രസ് തിരിച്ചെടുക്കുന്ന 3 സീറ്റുകളിലെ നേതാക്കളുടെ അമർഷം എങ്ങനെ തണുപ്പിക്കും? ഇടുക്കി സീറ്റ് ലക്ഷ്യമിട്ടിരുന്ന MJ ജേക്കബ് ഈ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ പുകയുന്നുണ്ട്. PJ ജോസഫിന്റെ വിശ്വസ്തനായ ഇദ്ദേഹത്തെ പിണക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കാണ്. എങ്കിലും മുന്നണിയുടെ ഐക്യത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന ഉറച്ച നിലപാടിലാണ് PJ ജോസഫ്. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് നൽകുന്നതോടെ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കാം.
കോതമംഗലത്ത് ഷിബു തെക്കുംപുറത്തിന്റെ അവസ്ഥയും സമാനമാണ്. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് ചേക്കേറുമോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പെരുമ്പാവൂർ സീറ്റിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ജോസ് കെ മാണി വിഭാഗമാകട്ടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പെരുമ്പാവൂരിൽ തിരയുകയാണ്. ഷിബു തെക്കുംപുറത്തെ പോലെയൊരു നേതാവ് പാളയത്തിലെത്തിയാൽ അത് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇരിങ്ങാലക്കുടയിലെ തോമസ് ഉണ്ണിയാടന്റെ പ്രതികരണവും ഉറ്റുനോക്കപ്പെടുന്നു. സീറ്റ് നഷ്ടമായാൽ അദ്ദേഹം ഏത് വഴി സ്വീകരിക്കുമെന്നത് UDF നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്കിലും വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ട് തയ്യാറാക്കിയ ഈ പുതിയ പാക്കേജിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ചുരുക്കത്തിൽ 2026 ടിക്കറ്റ് ഉറപ്പിച്ചത് 4 പേർ മാത്രമാണ്. PJ ജോസഫ്, മോൻസ് ജോസഫ്, റെജി ചെറിയാൻ, വർഗീസ് മാമൻ. ചങ്ങനാശ്ശേരിയിലെ സസ്പെൻസ് തുടരുകയാണ്. തോമസ് ഉണ്ണിയാടനെ അനുനയിപ്പിക്കാൻ പൂഞ്ഞാർ സീറ്റ് നൽകിയേക്കുമെന്നും അല്ലെങ്കിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിനെ അവിടെ പരീക്ഷിക്കുമെന്നും വാർത്തകളുണ്ട്. PC ജോർജിനൊപ്പമുള്ള പ്രവർത്തകരെ UDFിലേക്ക് തിരിച്ചെത്തിക്കാൻ അപ്പു ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും വഴിമുട്ടിപ്പോയ UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അവസാനിക്കുമ്പോൾ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ജോസഫ് വിഭാഗവും കോൺഗ്രസ് വിഭാഗവും വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെടുക്കുന്നു എന്ന ശുഭസൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും തങ്ങളുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രഹസ്യ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ ചില കോട്ടകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തുന്നതിലൂടെ അവിടം വിജയിച്ചു കയറാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഭരണം പിടിച്ചെടുക്കാൻ ഇത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഇതിനു മുൻപ് UDFിന് ലഭിച്ചിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് തങ്ങളുടെ സീറ്റുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ മത്സരിച്ച് മന്ത്രിസ്ഥാനം വരെ നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഘടകകക്ഷികളും. എന്നാൽ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതും തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട്. അതിനാൽ ഘടകകക്ഷികളുമായി ക്രിയാത്മകമായ ചർച്ചകൾ നടത്തി വിട്ടുവീഴ്ചകൾക്ക് അവരെ പ്രേരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി. ഇത്തവണ കൂടി പരാജയപ്പെട്ടാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിനോടൊപ്പം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം രംഗത്തിറക്കാനുള്ള ശ്രമങ്ങളും UDF ആരംഭിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് പാർട്ടി തീരുമാനം. ചുരുക്കത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും UDFിനും ഒരുപോലെ അഗ്നിപരീക്ഷയാണ്. സീറ്റ് വിഭജനത്തിലെ വിട്ടുവീഴ്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുമകളും വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ നിർണായക നീക്കങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.